ശ്രീകണ്ഠപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലത്തിന് മുന്നോടിയായി നടത്തപ്പെടുന്ന മഴക്കാലപൂർവ്വ മെഗാ ശുചീകരണവും ജലാശയ ശുചീകരണവും നഗരസഭ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇ.വി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ചെയർപേഴ്സൺ ഡോക്ടർ കെ.വി. ഫിലോമിന ടീച്ചർ, ശുചിത്വ അംബാസിഡർ സദാനന്ദൻ ചേപ്പറമ്പ് തുടങ്ങിയവർ മുഖ്യാതിഥിയായിരുന്നു. വിപുലമായ രീതിയിൽ ജലാശയ ശുചീകരണവും ടൗൺ ക്ലീനിംഗും നടത്തി. വൈസ് ചെയർപേഴ്സൺ നിഷിത റഹ്മാൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ.വി. കുഞ്ഞിരാമൻ മാസ്റ്റർ, സിന്ധു മധുസൂദനൻ, കെ. ബിജു, കൗൺസിലർമാർ, സെക്രട്ടറി ടി.വി. നാരായണൻ, ആസൂത്രണ സമിതി ചെയർമാൻ എൻ.ജെ. സ്റ്റീഫൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായ എൻ.പി. സിദ്ദിഖ്, അബുമാഷ്, വ്യാപാരി വ്യവസായി നേതാക്കന്മാരായ ബഷീർ, ഗോപി, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഓഫീസ് അറ്റൻഡന്റ് മുരളി, ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് വി. പ്രേമരാജൻ, PHI സതീശൻ KV, CHC ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, നഗരസഭാ സാനിറ്റേഷൻ വർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ഈ മഹാശുചീകരണത്തിൽ പങ്കാളികളായി. പുഴയിലെ മാലിന്യങ്ങൾ തോണി ഉപയോഗിച്ച് നഗരസഭാ അധ്യക്ഷൻ, സെക്രട്ടറി, കൗൺസിലർമാരായ N.P. പ്രമോദ്, CM തോമസ്, ഗോൾഡ മാത്യു, വ്യാപാരികളായ അബ്ദുൾ നാസർ, അബ്ദുൾ ഖാദർ എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. വളരെ മനോഹരമായ രീതിയിലാണ് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡും അതിൻ്റെ പരിസരവും സംരക്ഷിക്കാൻ ഈ നഗരസഭ ശ്രമിക്കുന്നു. സ്വാഭാവികമായ ചില പ്രശ്നങ്ങളുണ്ടാവാം. എങ്കിൽ കൂടിയും ഈ നാട്ടിലെ വ്യാപാരികളുടെയും വ്യവസായികളെയും പൊതുപ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടുകൂടി അതിമനോഹരമാക്കി മാറ്റാനുള്ള തീവ്ര യത്നത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ പ്രാവശ്യം പുതിയ ഒരു പദ്ധതി, ജലാശയ ശുചീകരണം എന്ന ഒരു പദ്ധതി കൂടെ നമ്മൾ നടപ്പിലാക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ആളുകൾ ഏറെ ബോധവാന്മാരാകേണ്ടത് ഒരു സമയം സമാഗതമായിരിക്കുക. എവിടെ ആള് കാണാത്ത സ്ഥലമുണ്ടോ അവിടെ വേസ്റ്റ് നിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പലരും മാറിയിരിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ പറ്റില്ല, അത് മറിച്ച് പൊതുവിടങ്ങളിൽ ഇത് കൊണ്ടിടാമെന്ന രീതിയിൽ നിന്ന് നമ്മൾ മലയാളികളുടെ മനസ്സ് ഇപ്പോഴും മുക്തമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ആഴ്ച മടമ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ കുറച്ച് ആളുകൾക്ക് ചൊറിച്ചൽ അനുഭവപ്പെട്ടു. എന്നെ വിളിച്ചു പറഞ്ഞ് ഈ പുഴയിൽ കുളിച്ചപ്പോൾ വല്ലാതെ ചൊറിച്ചലുണ്ട്. അപ്പോൾ അവരത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ കോഴിയുടെ വേസ്റ്റ് പുഴയിൽ കെട്ടിത്താത്തിരിക്കുക. കാരണം ചില പ്രദേശങ്ങളിൽ നിന്നും വിദേശത്ത് വന്ന ആളുകളൊക്കെ പുഴയിൽ കുളിക്കാൻ വേണ്ടി മടമ്പം പുഴയിൽ പോയപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട ഒരു ദുരിതമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. നമുക്കറിയാം, പുഴയുടെ പല മേഖലയിലും കാട് പിടിച്ച് കിടക്കുന്നതാണ്. അവിടെയൊക്കെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥിതിയാണ് നമുക്കുള്ളത്. മറ്റു പല മേഖലയിലും കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അവിടെ എല്ലാവരുടെയും ക്യാമറ വെച്ച് സംരക്ഷിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ പൊതുജന പങ്കാളിത്തവും അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശ്രമവും പലപ്പോഴും വിഫലമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്കറിയാം, തോടായാലും പുഴയായാലും അവിടെ മൊത്തം മലീമസമായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതുകൊണ്ട് നമുക്കത് ശുചിയാക്കേണ്ടതുണ്ട്. ആ ശുചീകരണ യത്നം നമ്മൾ വെറും ഒരു പ്രഹസനമാക്കി മാറ്റാതെ കൂടെ നിൽക്കുന്ന നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്ത ഒരു ഫോട്ടോ വരാനോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലൊരു നമ്മുടെ ഒരു പ്രചരണം ആയുധമാക്കി മാറ്റാനോ അല്ല, തികച്ചും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തി ശ്രീകണ്ഠപുരം ഈ നഗരപ്രദേശത്തെ ശുചീകരിക്കുക എന്ന യത്നത്തിലാണ് നഗരസഭയിലെ ആളുകളും പൊതുപ്രവർത്തകരും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും എല്ലാം ഉള്ളത്. അതുകൊണ്ട് നമുക്കിതൊരു ഒരു തുടക്കമായി അല്ലെങ്കിൽ നമുക്കെടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ശുചീകരണം ഏറ്റവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.